അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ സ്മോൾ ഓസിലേഷൻ എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ് ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം അല്ലേ. അപ്പോൾ നമുക്കറിയാം അതിന് എന്താണ് ഒരു 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യുന്നു, അതിന് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ വെച്ച് ചെയ്യുന്നതും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവറൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള, അതായത് ഒന്നിൽ കൂടുതൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള സ്മോൾ ഓസിലേഷൻസിനെ കുറിച്ചാണ്. സ്മോൾ ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷനാണ് നമുക്കറിയാം അല്ലേ. ഓസിലേഷൻ ഇല്ലാത്തതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് സ്മോളായിട്ടുണ്ടാകുന്ന ഓസിലേഷൻ, അതാണ് സ്മോൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഈ സ്മോൾ ഓസിലേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്സിൽ തന്നെ സെവറൽ ഏരിയാസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ മോളിക്കുലാർ സ്പെക്ട്രയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, പിന്നെ അതുപോലെ അക്യൂസ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തന്നെ സോളിഡ് സ്റ്റേറ്റിൽ മുമ്പോട്ട് പഠിക്കാനുള്ളതാണ്, അതായത് സോളിഡ്സിൽ ആറ്റത്തിൻ്റെ വൈബ്രേഷൻസിനെ കുറിച്ച് പഠിക്കാൻ. അതും സ്മോൾ ഓസിലേഷനാണ് വരിക. അപ്പോൾ നമ്മൾ സ്മോൾ ഓസിലേഷൻ തിയറിയാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ കപ്പിൾഡ് മെക്കാനിക്കൽ ഓസിലേറ്റർ, പിന്നെ അതുപോലെ എന്താ ഓസിലേഷൻസ് അതേപോലെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലുള്ള ഓസിലേഷൻസ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു സ്മോൾ ഓസിലേഷൻ തിയറി വെച്ച് പഠിക്കാൻ കഴിയുന്ന, അതായത് തിയറി അപ്ലൈ ചെയ്യുന്ന ഒരു എന്താണ് ഫീൽഡാണ്, ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണയായി നമ്മൾ സിംഗിൾ ഓസിലേറ്ററിനെ കുറിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, കപ്പിൾഡ് ഓസിലേറ്ററിനെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് എന്താണ്, അതായത് 2 കപ്പിൾഡ് ഓസിലേറ്റേഴ്സ്, 2 സിംഗിൾ ഓസിലേറ്ററിനെ നമ്മൾ കപ്പിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിലൊക്കെ നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക്, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അതാണ് സ്മോൾ ഓസിലേഷനിൽ നമ്മൾ കപ്പിൾഡ് ഓസിലേറ്ററും കൂടെ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ. പിന്നെ അതുപോലെ എന്താണ്, നമ്മൾ ഈ ഒരു 2 കപ്പിൾഡ് ഓസിലേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളത്. പിന്നെ അതുപോലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ളത് രണ്ട്, അപ്പോൾ കപ്പിൾഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത് 2 സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സൂപ്പർ പൊസിഷനായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷനെ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാലുള്ളത് എങ്ങനെയാണോ, അതായത് അതിൻ്റെ സൂപ്പർ പൊസിഷനായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ മോഡ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സ്മോൾ ഓസിലേഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷനും അതേപോലെ ഒരു 1 ഡയമെൻഷണൽ ഓസിലേറ്ററിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ അതിൻ്റെ ഇക്വിലിബ്രിയം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1 ഡയമെൻഷണൽ ഓസിലേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഇക്വിലിബ്രിയം, അപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. സ്മോൾ ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുണ്ടാകുന്ന ചെറിയ വേരിയേഷൻ കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ സോളിഡിൽ വൈബ്രേഷൻസ് എന്ത് ചെയ്താൽ മതി, ആറ്റത്തിൻ്റെ വൈബ്രേഷൻ ഓഫ് ആറ്റം ഇൻ സോളിഡ് ആറ്റത്തിൽ ആറ്റം എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുള്ളത്, അത് സ്മോൾ ഓസിലേഷൻ ഒരു എക്സാമ്പിളാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ let us consider a conservative system in which the potential energy of a function is a function of position only. അപ്പോൾ നമ്മൾ കൺസർവേറ്റീവ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊസിഷൻ്റെ ഫംഗ്ഷനായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ V is equal to V of Q1 Q2 എക്സെട്ര Qn. നമുക്കറിയാം Q1 എന്ന് പറയുന്നത് എന്താണ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ അതുപോലെ
എന്താണ് ഇവിടെ ടൈം ഇൻവോൾവ് ചെയ്യാത്ത ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് നോട്ട് ഇൻവോൾവിങ് ടൈം എക്സ്പ്ലിസിറ്റ്ലി. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു Q1 Q2 എക്സെട്ര Qn. ടൈം ഇൻഡിപെൻഡൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടിയും കൂടെ ചേർക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ടൈം ഇൻഡിപെൻഡൻ്റ് ഇല്ലാത്ത പൊട്ടൻഷ്യൽ എനർജിയാണ്, കൺസർവേറ്റീവ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ജനറലൈസ്ഡ് ഫോഴ്സിനെ നമുക്ക് എന്ത് എഴുതാം? GK ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ക്യു കെ എന്ന് എഴുതാം. അവിടെ കെ എന്ന് പറയുന്നത് 1 2 എക്സെട്ര എന്നാണ്. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എത്ര ഉണ്ടോ അതിൻ്റെ എണ്ണമാണ് എന്ത് പറയുന്നത്? കെ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ജനറലൈസ്ഡ് ഫോഴ്സ് GK എന്ന് പറയുന്നത് മൈനസ് ഡോ വി ബൈ ഡോ ക്യു കെ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം, നമുക്ക് എന്ത് പറയാം? ഇഫ് ദ GK ആക്ടിങ് ഓൺ ദ സിസ്റ്റംസ് ആർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയുള്ള ജനറലൈസ്ഡ് ഫോഴ്സ് 0 ആയിരിക്കും. ഇത് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ജനറലൈസ്ഡ് ഫോഴ്സ് GK ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് GKക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, മൈനസ് ഡോ വി ബൈ ഡോ ക്യു കെ ആണ്. അപ്പോൾ മൈനസ് ഡോ വി ബൈ ഡോ ക്യു കെ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ സഫിക്സ് ആയിട്ടൊരു 0 കൊടുത്തിട്ടുണ്ട്, അത് ഇക്വിലിബ്രിയം പൊസിഷൻ ആയതുകൊണ്ട് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എക്സ്ട്രീമം അറ്റ് ഇക്വിലിബ്രിയം കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ എന്താ ഇക്വിലിബ്രിയം കോൺഫിഗറേഷനിൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എക്സ്ട്രീമം ആയിരിക്കും. അപ്പോൾ 0 ഇനീഷ്യൽ വെലോസിറ്റീസ് QK ഡോട്ട്, നമുക്കറിയാം QK ഡോട്ട് എന്ന് പറയുന്നത് 0 എന്താണ് ഇനീഷ്യൽ വെലോസിറ്റീസ് ആണ് QK ഡോട്ട് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സിസ്റ്റം എന്താണ്, സിസ്റ്റം വിൽ റിമൈൻ ഇൻ ഇക്വിലിബ്രിയത്തിൽ തന്നെയാണ് നമ്മളെ സിസ്റ്റംസ് റിമൈൻ ചെയ്യുന്നതെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റീസ് QK ഡോട്ട് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? എക്സ്ട്രീമം ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് മൈനസ് ഡോ വി ബൈ ഡോ ക്യു കെ ഇസ് ഈക്വൽ, ജനറലൈസ്ഡ് ഫോഴ്സ് മൈനസ് ഡോ വി ബൈ ഡോ ക്യു കെ ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആയിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ റിമൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് എക്സാമ്പിളാണ് എന്ത്? എഗ് സ്റ്റാൻഡിങ് ഓൺ വൺ എൻഡ്. ഒരു എൻഡ് റീജിയനിൽ എഗ്ഗ് സ്റ്റാൻഡ് ചെയ്യുന്നത്, അതാണ് എന്ത് നമുക്ക് പറയാം, ഒരു എന്താ പറയുക, ടേബിളിൻ്റെ അറ്റത്തായിട്ട് ഒരു എഗ്ഗ് നിൽക്കുന്ന ആ ഒരു പൊസിഷനെ നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. അപ്പോൾ അതേപോലെ ഇക്വിലിബ്രിയത്തിലുള്ള മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് പെൻഡുലം, അതേപോലെ സ്പ്രിംഗ് മാസ് സിസ്റ്റം, അതൊക്കെയാണ് എന്ത് നമ്മളെ മെക്കാനിക്കൽ സിസ്റ്റം, ഇക്വിലിബ്രിയമിലുണ്ടാകുന്ന മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് തരത്തിൽ ഇക്വിലിബ്രിയം ഉണ്ട്. അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അതേപോലെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, പിന്നെ ഒന്ന് ന്യൂട്രൽ ഇക്വിലിബ്രിയം. നമുക്കിതിനെ മൂന്നിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം, കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും എ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സിസ്റ്റം ഫ്രം ദ റെസ്റ്റ് പൊസിഷൻ റിസൾട്ട്സ് ഇൻ എ സ്മോൾ ബൗണ്ടഡ് മോഷൻ എബൌട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് നമ്മളൊരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം, സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് റെസ്റ്റ് പൊസിഷൻ എന്നുള്ള സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിൽ റിസൾട്ട് ചെയ്യുന്നു? ഒരു ബൗണ്ടഡ് മോഷൻ, ഇക്വിലിബ്രിയം പൊസിഷന് എബൌട്ട് ആയിട്ടുള്ള സ്മോൾ ബൗണ്ടഡ് മോഷന് കാരണമാവുകയാണെങ്കിൽ അതിന് നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് പെൻഡുലം അറ്റ് റെസ്റ്റിലുള്ള പെൻഡുലത്തിന് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതൊരു ബൗണ്ടഡ് ആയിട്ട് ഉള്ള ഒരു മോഷനായിരിക്കും അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? മിനിമം ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ നമ്മൾ എന്താണ്, ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മൾ സിസ്റ്റത്തിന് ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, റെസ്റ്റ് പൊസിഷന് ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊരു അൺബൗണ്ടഡ് മോഷനായിരിക്കും റിസൾട്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് അൺബൗണ്ടഡ് മോഷനായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളതിന് എക്സാമ്പിളാണ് എന്ത്? എഗ് സ്റ്റാൻഡിങ് അറ്റ് വൺ എൻഡ്. ഒരു എൻഡിൽ കിടക്കുന്ന എഗ്ഗ്, അതിന് മേലെ നമ്മൾ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ ഒരു മോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അത് അൺബൗണ്ടഡ് ആയിട്ടായിരിക്കും അതിൻ്റെ മോഷൻ ഉണ്ടാവുക. മറ്റേതെന്താണ്, ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, ബൗണ്ടഡ് മോഷനാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളതിൽ എന്താണ്, ഇതിന് പൊട്ടൻഷ്യൽ എനർജിയും മാക്സിമം ആയിരിക്കും. അതിനെ നമുക്ക് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. അതായത് മറ്റേ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ വീണ്ടും അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. പക്ഷേ ഇതെന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ ഇക്വിലിബ്രിയം പൊസിഷനിൽ വരില്ല. അതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ സിസ്റ്റം ഓൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഹാസ് നോ ടെൻഡൻസി ടു മൂവ് അബൌട്ട് ഓർ എവേ ദ ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മളൊരു ഇക്വിലിബ്രിയത്തിൽ കിടക്കുന്ന ഒന്നിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാനില്ല, മൂവ് ചെയ്യാനോ അതിൻ്റെ അടുത്തേക്ക് അല്ല ഇക്വിലിബ്രിയം പൊസിഷനിലേക്കോ അതിൽ നിന്ന് ദൂരത്തേക്കോ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാതിരിക്കുന്നതാണ് എന്ത്, ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, കോയിൻ പ്ലേസ്ഡ് ഫ്ലാറ്റ് എനിവർ ഓൺ ദ ടേബിൾ ഈസ് എ ന്യൂട്രൽ ഇക്വിലിബ്രിയം. അതായത് ഒരു ടേബിളിൽ കിടക്കുന്ന ഒരു കോയിൻ അത് ഒരു ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. അതിനെന്ത് ഉണ്ടാവില്ല, അവിടുന്ന് നമ്മളൊരു ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും അല്ലേ. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, മാറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല. അങ്ങനെയുള്ളതാണ് എന്ത്, ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പൊട്ടൻഷ്യൽ എനർജി ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അതേപോലെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, പിന്നെ ഒന്ന് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കർവ്. പൊട്ടൻഷ്യൽ എനർജി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ അതിൻ്റെ എന്താണ് പെർട്ടിക്കുലർ കോർഡിനേറ്റ് QKയും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ശരിക്കും പൊട്ടൻഷ്യൽ എനർജി കർവ് എന്ന് പറയുന്നത്. ദ ഗ്രാഫ് drawn between potential energy of the system and a particular coordinate QK is called the potential energy curve. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പൊട്ടൻഷ്യൽ എനർജി കർവ് തന്നിട്ടുണ്ട് അല്ലേ. ഒന്ന് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെയും അതേപോലെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി കർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്താ ഉള്ളത് സ്ഥിതി, ഇവിടെ എന്താണ് കാണാൻ വേണ്ടി കഴിയും, പൊസിഷൻ എന്ന് പറയുന്നത് താഴത്തോട്ട് അല്ലേ. ഗ്രാഫിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും അത് എന്താ ചെയ്യുക, കുറഞ്ഞു കൂടി വരികയാണ് ചെയ്യുന്നത്. അൺസ്റ്റേബിൾ ആണെങ്കിൽ എന്താണ്, മേലത്തുനിന്ന് താഴത്തോട്ടേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ F is equal to minus dou V by generalized force F is equal to minus dou V by dou Q എന്ന് പറയുന്നത് A പൊസിഷനിലും അതേപോലെ B പൊസിഷനിലും വാനിഷ് ചെയ്യും, അതായത് 0 ആകുന്നത് കാണാൻ കഴിയും. അതായത് മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ആ രണ്ട് പൊസിഷനിൽ വാനിഷ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ആ പൊസിഷനാണ് ശരിക്കും നമ്മൾ എന്ത്, പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന പോയിന്റും അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റുമാണ് നമ്മളെ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ പൊട്ടൻഷ്യൽ എനർജി വി ഈസ് മിനിമം at A and maximum at B. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ് എന്തിൽ, എ എന്ന് പറയുന്ന പൊസിഷനിൽ, അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്താണ്, മിനിമം ആണ്. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, മാക്സിമം ആണുള്ളത്. അതും ഇക്വിലിബ്രിയം പൊസിഷനാണ്, അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. നമ്മളിവിടെ ഇപ്പോൾ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം അതേപോലെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ് എന്തിൽ, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ, മാക്സിമം ആണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ ഇക്വിലിബ്രിയം പൊസിഷനും ഇക്വിലിബ്രിയം ആയിട്ട് നമുക്ക് വൺ ഡയമെൻഷണൽ മോഷൻ്റെത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വൺ ഡയമെൻഷണൽ ഓസിലേറ്ററിനെ കുറിച്ച് നോക്കാം. വൺ ഡയമെൻഷണൽ ഓസിലേറ്റർ. അപ്പോൾ ലെറ്റ് ദ സിസ്റ്റം possess 1 degrees of freedom with one generalized coordinate Q. അപ്പോൾ നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മളൊരു 1 degrees of freedom ഉള്ള ഒരു സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഫോർ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം we can expand potential energy VQ in Taylor series about the equilibrium and consider only the lowest order term. അതായത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി വി ക്യൂവിന് നമ്മൾ എന്ത് ചെയ്യും, വി ഓഫ് ക്യൂവിന് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഒരു നമ്മളിവിടെ ഒരു എന്താ പറയുക, നമുക്കറിയാം ഇക്വിലിബ്രിയം പൊസിഷനിൽ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്മോൾ ഓസിലേഷനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ വളരെ ചെറിയ ഓസിലേഷൻസ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി വി ക്യൂനെ നമുക്ക് എന്ത് ചെയ്യാം, ടൈലർ സീരീസിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം അബൌട്ട് ദി ഇക്വിലിബ്രിയം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും V of Q is equal to V of Q naught plus dou V by dou Q of 0, Q minus Q0 plus half into dou square V by dou Q square into Q minus Q naught whole square etc. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, സ്മോൾ ലോവസ്റ്റ് ഓർഡർ ടേംസ് മാത്രം മതി. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും Q is equal to Q naught ആണ്. നമ്മൾ ഈ ഒരു V of Qയുടെ ഇക്വേഷന് നമ്പർ 1 എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും Q is equal to Q naught. അങ്ങനെയാണെങ്കിൽ ഡോ വി ബൈ ഡോ ക്യൂ നോട്ട് അതേപോലെ 0 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇക്വിലിബ്രിയം പൊസിഷനിൽ Q എന്ന് പറയുന്നത് Q naught ആണ്. അതേപോലെ ഡോ വി ബൈ ഡോ ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്, 0 ആണെന്ന് അറിയാം. അപ്പോൾ V of Q is the potential energy at equilibrium position and V of Q naught is equal to എന്താണ്, 0. V of Q naught എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് ശരിക്കും എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് if we shift the origin of potential energy to be at the minimum equilibrium value, this V of Q is equal to, അപ്പോൾ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഹാഫ് ഇൻറ്റു ഡോ സ്ക്വയർ വി ബൈ ഡോ ക്യൂ സ്ക്വയർ ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ നോട്ട് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഡോ സ്ക്വയർ വി ബൈ ഡോ ക്യൂ സ്ക്വയറിന് കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ടേക്ക് ദ ഒറിജിൻ ഓഫ് ക്യൂ കോർഡിനേറ്റ്സ് അറ്റ് ക്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ക്യൂ കോർഡിനേറ്റ്സിൻ്റെ ഒറിജിൻ ക്യൂ നോട്ട് എന്ന് പറയുന്നത് 0 ആണെന്ന് എടുക്കാം. അങ്ങനെ നമ്മൾ V of Q is equal to half K Q square എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ K is equal, അതായത് Q naught 0 ആകുമ്പോൾ Q മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹാഫ് K Q square എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ K എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ള പോസിറ്റീവ് പാരാമീറ്റർ ആണ്. അപ്പോൾ K is the positive parameter at the position of stable equilibrium. In this case, the generalized coordinates does not involve time explicitly and hence the kinetic energy is a homogeneous quadratic function of the generalized velocities. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കിട്ടി. ഇനി ഈ കേസിൽ നമ്മൾ എന്താണ്, നമുക്കറിയാം ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ എന്ത് ചെയ്യുന്നില്ല, ടൈം ഇൻവോൾവ് ചെയ്യുന്നില്ല അല്ലേ, ടൈം എക്സ്പ്ലിസിറ്റ്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഫംഗ്ഷൻ ഓഫ് ദി ജനറലൈസ്ഡ് വെലോസിറ്റീസ്, ജനറലൈസ്ഡ് വെലോസിറ്റീനെ ഹോമോജീനിയസ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി T is equal to ഹാഫ് എം ഓഫ് ക്യൂ ഇൻറ്റു ക്യൂ നോട്ട് സ്ക്വയർ എന്ന് എഴുതാം. ക്യൂ നോട്ട് എന്ന് പറയുന്നത് നമ്മളെ ജനറലൈസ്ഡ് വെലോസിറ്റി ആണ്. ഇവിടെ എം ഓഫ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ജനറലി എ ഫംഗ്ഷൻ ഓഫ് ക്യൂ കോർഡിനേറ്റ് may also be expanded in Taylor series about the equilibrium position Q naught is equal to 0. അപ്പോൾ Q എന്ന് പറയുന്നതിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് എം ഓഫ് ക്യൂ എന്ന് എഴുതാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ടൈലർ സീരീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം about the equilibrium position Q naught. അങ്ങനെ ആകുമ്പോൾ എം ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു എം ഓഫ് 0 പ്ലസ് ഡോ എം ബൈ ഡോ ക്യൂ നോട്ട് ക്യൂ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തുള്ള ടിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്യൂ നോട്ടിൽ ഓൾറെഡി ക്യൂ നോട്ടിൽ ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ ദ ലോവസ്റ്റ് നോൺ വാനിഷിംഗ് അപ്രോക്സിമേഷൻ ടു ടി ഈസ് ഒബ്റ്റെയിൻ ബൈ റിട്ടൈനിങ് ഓൺലി ദ ഫസ്റ്റ് ടേം ഇൻ എക്സ്പാൻഷൻ. അപ്പോൾ നമ്മൾ ടിയിൽ നമ്മൾ ഇതിൻ്റെ അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ടേം മാത്രം കൊടുത്താൽ മതിയാവും. അപ്പോൾ ദസ് ഫോർ small oscillation, the Lagrangian of the one-dimensional oscillator is given by L is equal to T minus V. അപ്പോൾ നമുക്കിവിടെ T എന്ന് പറയുന്നത് ഹാഫ് എം ഓഫ് 0 ക്യൂ നോട്ട് സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലഗ്രാഞ്ച്, സ്മോൾ ഓസിലേഷൻ്റെ ലഗ്രാഞ്ചിയൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് വൺ ഡയമെൻഷണൽ ഓസിലേറ്ററിൻ്റെ ലഗ്രാഞ്ചിയൻ L എന്ന് പറയുന്നത് T മൈനസ് V ആണ്. ഇതൊക്കെ അറിയുന്നതാണ്. T എന്ന് പറയുന്നത് എന്താണ്, കൈനറ്റിക് എനർജി, V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ആ ഒരു എനർജീൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് M0 Q0 സ്ക്വയർ മൈനസ് ഹാഫ്
കെ ക്യൂ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് എന്താണ്? ഫസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു, പിന്നെ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൻ്റെ ലഗ്രാഞ്ചിയൻ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സാധാരണ ലഗ്രാഞ്ചിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കും അല്ലേ? അത് നമുക്കറിയാം, ഡി വൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ നോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? അപ്പോൾ ഇതിൽ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതി. ഇനി എം ഓഫ് 0 ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് കെ ക്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ ക്യൂ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. വെർ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം 0. ദെൻ ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 7 ക്യാൻ ബി ക്യൂ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ ടി എന്ന് കിട്ടും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ലഗ്രാഞ്ചിയൻ്റെ വാല്യൂ എല്ലാം നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡോ ബൈ ഡോ ക്യൂ ഡോട്ടും ചെയ്യുക, അതേപോലെ ഡോ എൽ ബൈ ഡോ ക്യൂ ചെയ്യുക, എന്നിട്ട് ഡി ബൈ ഡി ടി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടുക എം ഓഫ് 0 ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് കെ ക്യൂ ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ ക്യൂ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഒമേഗ സ്ക്വയറിന് കൊടുത്തത് കെ ബൈ എം 0 എന്നാണ് ഒമേഗ സ്ക്വയറിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് എം 0 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കെ ബൈ എം 0ന് ഒമേഗ സ്ക്വയർ കൊടുത്തു, നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ആ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്യൂ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ ടി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂ ഡബിൾ ഡോട്ടിൻ്റെയും ക്യൂ ഡോട്ടിൻ്റെയും വാല്യൂ വാല്യൂ നമ്മൾ ഇക്വേഷൻ 7ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ആൽഫ സ്ക്വയർ ഇ റേസ് ടു ആൽഫ ടി പ്ലസ് ഒമേഗ സ്ക്വയർ എ ഇ റേസ് ടു ആൽഫ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എ ഇ റേസ് ടു ആൽഫ ടി ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ എ ഇ റേസ് ടു ആൽഫ ടി എന്ന് പറയുന്നത് 0 അല്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. ആ ഇക്വേഷൻ 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ടേം 0 ആവണം അല്ലേ? അപ്പോൾ ഈ എ ഇ റേസ് ടു ആൽഫ ടി എന്ന് പറയുന്നത് ഒരിക്കലും 0 അല്ല, അതുകൊണ്ട് ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ അല്ലേ? മൈനസ് റൂട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് പറയാം അത് കോംപ്ലക്സ് ആണ് അല്ലേ? അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു ആൽഫക്ക് പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു എ 1 ഇ റേസ് ടു ഐ ഒമേഗ ടി ഓർ ക്യൂ ഈസ് ഈക്വൽ ടു എ 2 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് കിട്ടും. അതായത് പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഹെൻസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 7 ഈസ്, അപ്പോൾ ഇക്വേഷൻ 7ൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്യൂ ഈസ് ഈക്വൽ ടു എ 1 ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് എ 2 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ആണ്. അപ്പോൾ ഇതെന്താണ്? നമുക്കിവിടെ ഇതിൻ്റെ ജനറലൈസ്ഡ് ഒരു ജനറൽ സൊല്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടി ക്യൂക്ക്. ക്യൂ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ A1ഉം A2ഉം എന്താണ്? കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് A1 ഈസ് ഈക്വൽ ടു ഹാഫ് സി മൈനസ് ഐ ഡി ആൻഡ് A2 ഈസ് ഈക്വൽ ടു ഹാഫ് സി പ്ലസ് ഐ ഡി എന്ന് എഴുതാം. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് സി മൈനസ് ഐ ഡി ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഹാഫ് സി പ്ലസ് ഐ ഡി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു സി കോസ് ഒമേഗ ടി പ്ലസ് ഡി സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ ഇഫ് വി റൈറ്റ് സി ഈസ് ഈക്വൽ ടു എ കോസ് ഫൈ, ഡി ഈസ് ഈക്വൽ ടു മൈനസ് എ സൈൻ ഫൈ എന്ന് എഴുതാം. അപ്പോൾ വി മേ എക്സ്പ്രസ് 9 ഇൻ ദ ഫോളോയിങ് ഫോം വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടി. അപ്പോൾ അത് സൊല്യൂഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇവിടെ ഇക്വേഷൻ 10ൽ എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് എന്താണ്? ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. പിന്നെ ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ 1 ഡയമെൻഷണൽ ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. നമ്മളിവിടെ ചെയ്ത എന്താ? നമ്മൾ ഫസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു, പിന്നെ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു, ലഗ്രാഞ്ചിയൻ കണ്ടുപിടിച്ചു, പിന്നെ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷനിൽ അപ്ലൈ ചെയ്തു, എന്നിട്ട് അത് നമ്മൾ സോൾവ് ചെയ്തു, എന്നിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചു.
ഫൈനൽ നമുക്ക് ഇത് ഈ ഒരു Q = A cos ωt + phi എന്ന് പറയുന്ന ഫോമിലുള്ള സൊല്യൂഷൻ കിട്ടി. ഇവിടെ A എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അതേപോലെ ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.